കേരളത്തിലെ ലക്ഷക്കണക്കിന് സ്ത്രീകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു സുപ്രധാന തീരുമാനവുമായി സംസ്ഥാന സർക്കാർ. തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്തുടനീളം KSRTCയുടെ ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ടൗൺ ടു ടൗൺ ഓർഡിനറി ബസ്സുകളിൽ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യ യാത്ര ലഭ്യമാകും. പ്രായഭേദമന്യേ എല്ലാവർക്കും ഈ ആനുകൂല്യം ലഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഒന്നായ ഈ വാഗ്ദാനത്തിലാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് നിർണായക തീരുമാനം കൈക്കൊണ്ടത്. പ്രിയദർശിനി എന്നാണ് പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര്. ജൂൺ 15-ന് തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷമായിരിക്കും പദ്ധതി സംസ്ഥാനത്തുടനീളം പ്രാബല്യത്തിൽ വരിക. നിലവിൽ KSRTCയുടെ ഓർഡിനറി വിഭാഗം ബസ്സുകളിലാണ് സൗജന്യ യാത്ര അനുവദിക്കുന്നത്. എന്നാൽ പദ്ധതി വിജയകരമായി മുന്നോട്ടു പോവുകയും കൂടുതൽ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്താൽ ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെയുള്ള മറ്റ് സർവീസുകളിലേക്കും ഈ സൗകര്യം വ്യാപിപ്പിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഓരോ മാസവും പദ്ധതിയുടെ പ്രവർത്തനം വിലയിരുത്തും. യാത്രക്കാരുടെ എണ്ണം, സാമ്പത്തിക ബാധ്യത, വരുമാന നഷ്ടം എന്നിവ കണക്കിലെടുത്തായിരിക്കും തുടർ തീരുമാനങ്ങൾ. ഇതിനോടകം തന്നെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന KSRTCക്ക് ഈ പദ്ധതി വലിയ വെല്ലുവിളിയാകുമെന്ന ആശങ്കയും ചിലർ ഉയർത്തുന്നുണ്ട്. എന്നാൽ ഈ ആശങ്കകൾക്ക് മറുപടിയായി മുഖ്യമന്ത്രിയും രംഗത്തെത്തി. പ്രതിവർഷം KSRTCക്ക് ഉണ്ടാകുന്ന ഏകദേശം 750 മുതൽ 800 കോടി രൂപ വരെയുള്ള നഷ്ടം സർക്കാർ തന്നെ നികത്തുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. മാത്രമല്ല KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി കൂടുതൽ റൂട്ടുകൾ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ ആലോചിക്കുന്ന പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് ബസ്സുകളിലും ഡിപ്പോകളിലും ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡുകൾ സ്ഥാപിച്ച് പരസ്യ വരുമാനം കണ്ടെത്തുക എന്നത്. സ്വകാര്യ മേഖലയിൽ വിജയകരമായി നടപ്പാക്കുന്ന ഈ മാതൃക KSRTCയിലും പ്രയോജനപ്പെടുത്താനാണ് നീക്കം. അതോടൊപ്പം ബസ് സ്റ്റാൻഡുകളിലും ഡിപ്പോകളിലും ലഭ്യമായ സ്ഥലങ്ങളിൽ ഡോർമിറ്ററികൾ, ഫ്രഷപ്പ് സെന്ററുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കി അധിക വരുമാനം കണ്ടെത്താനും സർക്കാർ ലക്ഷ്യമിടുന്നു. മറ്റൊരു പ്രധാന പ്രഖ്യാപനം മലബാർ മേഖലയെ സംബന്ധിച്ചാണ്. സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് മലബാർ മേഖലയിൽ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം കുറവാണെന്നും വിമർശനം വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ഇത് പരിഹരിക്കുന്നതിനായി ഘട്ടം ഘട്ടമായി കൂടുതൽ ഓർഡിനറി ബസ്സുകൾ അനുവദിക്കണമെന്ന് മന്ത്രി അറിയിച്ചു. സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കുന്നതോടെ രാജ്യത്ത് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുന്ന 9ാമത്തെ സംസ്ഥാനമായി കേരളം മാറും. ഇതിനു മുമ്പ് ജമ്മു കാശ്മീർ, പഞ്ചാബ്, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ്, ഡൽഹി, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സമാന പദ്ധതികൾ നിലവിലുണ്ട്. ഈ സംസ്ഥാനങ്ങളിലെ അനുഭവങ്ങൾ പരിശോധിക്കുമ്പോൾ സ്ത്രീകളുടെ യാത്രാ ചെലവിൽ വലിയ കുറവ് വന്നതായും തൊഴിലിലും വിദ്യാഭ്യാസത്തിനുമായി കൂടുതൽ സ്ത്രീകൾ പൊതുഗതാഗതത്തെ ആശ്രയിക്കാൻ തുടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഗതാഗത കോർപ്പറേഷനുകളുടെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ വെല്ലുവിളി നേരിട്ട സംഭവങ്ങളും ചിലയിടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലും ഈ പദ്ധതി സ്ത്രീകൾക്ക് വലിയ ആശ്വാസമാകുമെന്നതിൽ സംശയമില്ല. ദിവസേന ജോലിക്കായി യാത്ര ചെയ്യുന്നവർക്ക്, വിദ്യാർത്ഥിനികൾക്ക്, കുടുംബ ബാധ്യതകൾ വഹിക്കുന്ന സാധാരണ സ്ത്രീകൾക്ക് യാത്രാ ചെലവിൽ ഗണ്യമായ കുറവ് ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. പദ്ധതി വിജയകരമാകുമോ? KSRTCയുടെ സാമ്പത്തിക ഭാരം സർക്കാർ വാഗ്ദാനം ചെയ്തതുപോലെ ഏറ്റെടുക്കുമോ? ഭാവിയിൽ മറ്റു വിഭാഗങ്ങൾക്കും സമാന ആനുകൂല്യങ്ങൾ ലഭിക്കുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വരും മാസങ്ങളിലായിരിക്കും വ്യക്തമായിരിക്കുക. എന്തായാലും ജൂൺ 15 മുതൽ കേരളത്തിലെ പൊതുഗതാഗത രംഗത്ത് ഒരു പുതിയ അധ്യായത്തിന് തുടക്കമാവുകയാണ്.